ശബരിമലയിലെ ചുവരുകളെ മനോഹരമാക്കി അയ്യപ്പ ചരിത ചിത്രങ്ങൾ. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിലെ ചുവരുകളിലാണ് ആരെയും ആകർഷിക്കുന്ന ചിത്രങ്ങളുള്ളത്. ഇവയെല്ലാം കോറിയിടുന്നതാകട്ടെ പത്തനാപുരം സ്വദേശി മനുവാണ്. ചെറുപ്പം മുതലേ ചിത്രം വരയോട് ഏറെ തൽപരനായിരുന്നു മനു. ഈ മനോഹര ചിത്രങ്ങളെല്ലാം രൂപമെടുക്കുന്നതാകട്ടെ മനുവിന്റെ ഇടതു കൈപ്പടയിലൂടെയാണ്. അതിന് കാരണം ജന്മന മനുവിന് വലതു കൈയില്ലെന്നുള്ളതാണ്. എങ്കിലും അഭയമായി അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയല്ലല്ലോ എന്നാണ് മനുവിന്റെ ഭാഷ്യം. എൻ്റെ ഉപജീവന മാർഗമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിടവൂർ ശ്രീ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ. അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച്. ചിത്രം വരയോട് താല്പര്യമുണ്ടായതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രരചന പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. പഠനം കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റുകൾ എഴുതി നൽകിയിരുന്നു. ഇതിനിടെ പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചു. അതാണ് മനുവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത്. ചിത്രങ്ങൾ ഏവരെയും ആകർഷിച്ചതോടെ പന്തളം കൊട്ടാരത്തിൽ നിന്നും വിളി വന്നു. ഇതോടെ മനുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇടം പിടിച്ചു. ഇതിനു പിന്നാലെയാണ് അയ്യന്റെ സന്നിധിയിലേക്ക് അവസരമൊരുങ്ങിയത്. അതിനായി ജീവിതത്തിൽ ആദ്യമായി ബ്രഷും പെയിന്റും കൈകളിലേന്തി അയ്യപ്പ സന്നിധിയിലേക്ക് മല കയറി. 20 ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു തീർക്കുക. ഓരോന്നും പൂർത്തിയാക്കാൻ ഓരോ ദിവസമെടുക്കും. മണ്ഡലകാലത്തിനു മുമ്പായി ചിത്രങ്ങളെല്ലാം വരച്ച് പൂർത്തിയാക്കാനാകുമെന്നാണ് മനുവിന്റെ പ്രതീക്ഷ. ETV ഭാരത്, പത്തനംതിട്ട.